അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹീൻ ക്ലാസ് ഹദീസ് നമ്പർ 208. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യമനുക്ക് ദീൻ പ്രബോധനത്തിന് ബേനായി കടത്തിത്ത്. ആ കടത്തുമ്പോൾ മുആദ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന വസിയത്തായിട്ട് ഈ ഹദീസിൽ വിവരിക്കുന്നത്. യമന്റെ റായത്ത് കണ്ട് കടത്തുമ്പോൾ ആ യമന് റായത്തങ്ങ അഹ്ലു കിതാബിന്റെ ആൾക്കാരായിട്ടില്ല. അഹ്ലു കിതാബ് ചെന്നെങ്കിൽ മുന്നത്തെ നബിമാരിൽ നിന്നും പ്രബോധനം കിട്ടിയാണ്, മുന്നത്തെ നബിമാരിൽ നിന്നും കിതാബ് കിട്ടിയ, അതായത് ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹു ഇഞ്ചീൽ കൊടുത്തിട്ടുന്ന ആ ഇഞ്ചീൽ എന്ന കിതാബ് കിട്ടിയങ്ങ, അതായത് നസാറാക്കൽ അങ്ങക്ക് അഹ്ലു കിതാബ് ചൊല്ല്, അങ്ങക്ക് മുന്നുള്ളൊരു കിതാബ് കിട്ടിയ ആൾമാറായിട്ടില്ല, അങ്ങായിട്ടില്ല അഹ്ലു കിതാബ് ചൊല്ലും. അതുപോലെ മൂസാ നബി അലൈഹി സ്വലാമുക്ക് അള്ളാഹു തൗറാത്ത് കൊടുത്തിട്ടിന്ന മൂസാ നബി അലൈഹി സ്വലാമുടെ അനുയായികൾ കയറ്റിട്ട് അങ്ങ് അഹ്ലു കിതാബും ചൊല്ലെ, അതായത് ഇസ്രായേൽ അങ്ങക്ക് മുന്നുള്ളൊരു കിതാബ് കിട്ടിയ ആൾമാറായിട്ടില്ല. അപ്പൊ ദീന്റെ പ്രബോധനം കിട്ടിയ ആൾമാർ, മുന്നത്തെ നബിമാരിൽ നിന്നും കിതാബ് കിട്ടിയ ആൾമാർ. അപ്പൊ ഈ യമൻ റായത്തങ്ങ നസാറാക്കലായിട്ടിന്നത്. അപ്പൊ അവിടെ കയറ്റിക്കുന്നത് മഹാനായ മുആദ് റളിയല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടത്തല്. അപ്പൊ ആ മുആദ് റളിയല്ലാഹുവിന്റെ കടത്തല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തുക്ക് കൊരിയ മുന്നലായിട്ടിക്കുന്നത്, ചുമ മുന്നലൊന്നുമല്ല. ആ കടത്തം പാറ്റായിട്ടിക്കുന്നത് മുആദ് റളിയല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന സംഭവം. ഇൻഷാ അല്ലാഹ് മുആദ് റളിയല്ലാഹു തന്നെ ചൊല്ലത് ആ ഹദീസ് നമുക്ക് ഉദ്ധരിക്കാം, ആ ഹദീസ് നമുക്ക് നോക്കാം. അൻ മുആദ് റളിയല്ലാഹു അൻഹു ഖാല ബഅസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ കടത്തിയിട്ട് ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, നിശ്ചയമായിട്ടും നിങ്ങൾ പോണ്ടത് അഹ്ലു കിതാബിൽപ്പെട്ട ഒരു ഖൗമിന്റെ അടുക്കലായിട്ട്. അഹ്ലു കിതാബിനെ ചെന്ന് അപ്പൊ ഫദ്ഉഹും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. അപ്പൊ അവിടെ പോയി ഫസ്റ്റ് ചെയ്യേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് തങ്ങൾ വിളിക്കണം. ഞാൻ അള്ളാഹുടെ റസൂൽ, അന്നി റസൂലുള്ള, ഞാൻ അള്ളാഹുടെ റസൂലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ തൗഹീദും. അത് ഒരു മനുഷ്യന് ഏറ്റവും പ്രഥമമായിട്ട് അവന് ഇസ്ലാമിൽ കടന്നു പറയുമ്പോൾ വേണ്ടത് ഇതായിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അള്ളാഹു അല്ലാണ്ടൊന്നും പടച്ചവനില്ല, അള്ളാഹു മാത്രമായിട്ട് ഇലാഹ് എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുടെ റസൂൽ എന്ന് ഖൽബിൽ ഉറച്ച് വിശ്വസിക്കുക, അത് നാവ് കൊണ്ട് ചൊല്ലുക. ഇത് രണ്ടും വേണം. അപ്പോൾ ഒരാളെ സംബന്ധിച്ച് അയാൾ മുസ്ലിം എന്ന് നമുക്ക് കൊടുക്കണമെങ്കിൽ അയാൾ ഇസ്ലാം കടന്നു വന്ന അയാൾ മുസ്ലിം ആയിട് എന്ന് ഖൽബിൽ മാത്രം അയാൾ വിശ്വസിച്ചാൽ പോരാ, അതെന്താക്കണം, ചൊല്ലുകയും വേണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഇസ്ലാമിൽ കടന്നു വന്ന ഒരാൾ അങ്ങനെ ചൊല്ലണം, വായിക്കൊണ്ട് ചൊല്ലണം. ആ ഒരു ആശയം മനസ്സിൽ ഇന്നെങ്കിൽ വയ്യാവില്ല. മനസ്സിൽ ഇന്നേ പിന്നെ ആഖിറത്തിൽ അള്ളാഹു താലക്ക് വിട്ടതായിട്ട്. അപ്പൊ ഞങ്ങൾ കൂടെ പ്രത്യക്ഷത്തിലായാൽ മുസ്ലിം എന്ന് ചൊല്ലണമെങ്കിൽ ഈ ആശയം അയാളെ കൽബിൽ വേണം, എന്നിട്ട് അയാൾ അത് വായിക്കൊണ്ട് ചൊല്ലുകയും വേണം എന്നുള്ളത്. ഫൈനും അതാവുലിദാലിക, എന്നിട്ട് നബി തങ്ങൾ ചൊല്ല, അതൊക്കെ അങ്ങ് ഭയപ്പെട്ടെങ്കിൽ ഫഅലിമുഹും, നീ അങ്ങ് അറിയിച്ചു കൊടുക്ക്, അന്നല്ലാഹ, നിശ്ചയമായിട്ടും അല്ലാഹു തആല ഖദ് ഇഫ്തറദ അലൈഹിം ഖംസ സലവാതി ഫീ കുല്ലി യൗമിൻ വലൈല, എല്ലാ ജാവും പോലായിട്ടും അല്ലാഹു തആല അൻക്ക് 5 വക്ത് നിസ്കാരത്തെ ഫർളാക്കിട എന്ന് നീ അൻക്ക് അറിയിച്ചു കൊടുക്കണം. അപ്പൊ ഫസ്റ്റ് ഷഹാദത്ത് കലിമയാണ്, രണ്ടാമതായിട്ട് 5 വക്ത് നിസ്കാരത്തെ അൻക്ക് അറിയിച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പൊ എന്തായിട്ട് അല്ലാഹു തആല നിർബന്ധമാക്കിയത് 5 വക്ത് നിസ്കാരം മാത്രമായിട്ട്, ബാക്കി നിസ്കാരങ്ങളൊന്നും നിർബന്ധമില്ല എന്നായിട്ട് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാവും. ഫൈനും അതാഹു ലിദാലിക, അതുക്കും അങ്ങ് ഭയപ്പെട്ടെങ്കിൽ ഫഅലിമുഹും, അവരെ നീ അറിയിക്കണം, അന്നല്ലാഹു ഖദ് ഇഫ്തറദ അലൈഹിം സദഖ, അല്ലാഹു അങ്ങനെ മേൽ സദഖയുടെ ഫർളാക്കി. സദഖ എന്നെങ്കിൽ സക്കാത്ത് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. തുഖദു മിൻ അഗ്നിയാഹിം ഫതുറദ്ദു അലാ ഫുഖറാഇഹിം, അങ്ങനെ മുതലാളിമാരിൽ നിന്ന് എടുത്തിട്ട് പാവത്തങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഇത് അല്ലാഹു തആല എന്താക്കിയ ഫർളാക്കി. അപ്പൊ സക്കാത്ത്, അപ്പൊ നിസ്കാരത്തിന് രണ്ടാമത് ഇസ്ലാം കാലത്തിൽ രണ്ടാമത്തെ നിസ്കാരം, അതിൽ പിന്നെ സക്കാത്ത് മൂന്നാമത്തേത്. സക്കാത്തിനെ അല്ലാഹു തആല ഫർളാക്കിട എന്ന് അറിയിക്കണം. അപ്പൊ സക്കാത്തിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ഫൈനും അതാവുലിദാലിക്, അതിക്കും ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫഇയ്യാക, നിങ്ങൾ സൂക്ഷിച്ചോളണം,
വഖറാഇമ അംവാലിഹിം, അങ്ങനെ സ്വത്തിൽ നിന്ന് കരീമത്തുകളെയും സൂക്ഷിക്കണം. അതായത് അങ്ങനെ സമ്പത്തിൽ നിന്ന് അതായത് ഈ ജക്കാത്ത് അള്ളാഹു താല ഫറലാക്കില്ല. അപ്പൊ ജക്കാത്ത് ഫറലാക്കുമ്പോ ജക്കാത്തിന്റെ കൂട്ടത്തിൽ ഏതുണ്ട്? ആട് പൈ വണ്ടക്ക് ജക്കാത്തുണ്ട്, ഈത്ത ഫലത്തുക്ക് ജക്കാത്തുണ്ട്, സ്വത്തുക്ക് ജക്കാത്തുണ്ട്. അപ്പൊ ഇതിൽ ജക്കാത്ത് പണ്ടത് ചിലതൊക്കെ മാത്രം, അതായത് ആട് പൈ വണ്ട. അപ്പൊ ഈ ആട് പൈ വണ്ട എന്നുള്ളത് അങ്ങനെ വലിയ സ്വത്തായിട്ട് അപ്പൊ അതിൽ നിന്ന് ജക്കാത്ത് എടുക്കുമ്പോ അതിൽ നിന്ന് നല്ലത് മുന്തിയത് എടുക്കുക തീറ. അതെന്താവും? അഥവാ കറായിമ അംവാലിയും അങ്ങനെ മുതലിൽ നിന്നുള്ള മുന്തിയതിനെയും നീ സൂക്ഷിച്ചുക. എന്നാൽ അങ്ങനെ ഈ ബാബേന്ദ്രനെങ്കിൽ അക്രമം തീറ എന്നതിലായിട്ട് ഈ ഹദീസ് കൊണ്ടുവണ്ട്. അപ്പൊ അക്രമം തീരാൻ ചൊല്ലുമ്പോ ഈ നിങ്ങൾ സക്കാത്ത് എടുക്കുമ്പോ ഇത്തര വണ്ടെന്നെങ്കിൽ അതിൽ നിന്ന് ഇത്തര സക്കാത്ത് തറന്നോണ്ടുണ്ടോ അല്ലെ? 5 വണ്ടയുടെ ആയിട്ട് സക്കാത്ത് സ്റ്റാർട്ട് ആവും. 5 വണ്ടെന്ന് ഒരാട്. അപ്പൊ 25 വണ്ടെന്ന് 30 വണ്ടെന്ന് നിൽക്കണമെങ്കിൽ ഇത്ര ഒരു അണ്ട കൊടുക്കണട്ടല്ല. ആ വണ്ടയുടെ ഞങ്ങൾ എടുത്തുറമ്പോ 40 ആടിന്നെങ്കിൽ ഒരു ആട് സക്കാത്ത് കൊടുക്കണം. ആ ഒരു ആട് എടുത്തുറമ്പോ അതിൽ മുന്തിയത് എടുത്തുള്ള തീര. കാരണം ചിലത് എന്തൊക്കെ നല്ല ദപ്പവും പുഷ്ടിയും വലിയ വിലക്ക് കൊടുക്കുവാനായിട്ട് ബലത്തരം നിൽക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് എടുക്കുമ്പോൾ എന്താ വെച്ചെങ്കിൽ അങ്ങ് മനസ്സ് ബേജാറായിട്ട് അങ്ങ് പറയുവാറ്, എന്തെങ്കിലും ചൊല്ലുവാറ്, ദ്വാരക്കുവാറ്. അത് അക്രമമായിട്ടിരിക്കുന്നത്. അപ്പൊ ഏതായിട്ട് മനുഷ്യന്മാരെ സ്വത്തിൽ നിന്നുള്ള മുന്തിയത് എന്നുള്ളത് അതായത് അങ്ങ് കൂടുതൽ അതുക്ക് ഇത് കൊടുത്ത് വളർത്തരുത്. ചിലപ്പോൾ കൂടുതൽ പാല് കിട്ടുന്നതായിരിക്കും, അല്ല നല്ല ഉദുഹിയത്തുക്ക് നല്ല വിലക്ക് പോകേണ്ടതായിരിക്കും. ഇങ്ങനെയുള്ളത് സക്കാത്തുക്ക് തറുമ്പോൾ ഇതേ തർന്നു എന്ന് ഹട്ട പിടിച്ചെടുത്തോളം എന്തായെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്രമിക്കപ്പെട്ടവന്റെ ദുആത്തിനെ സൂക്ഷിച്ചോളണം. ഫൈനഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. ആ ദുആത്തിന്റെയും അള്ളാഹിന്റെ ഇടയിൽ ഏതില്ല? ഒരു അഡയിൽ ഒരു തടസ്സില് ഡയറക്റ്റ് അത് അള്ളാഹ് സ്വീകരിക്കണേക്കത്തായിട്ട് മുത്തഫഖുൻ അലൈഹി. അപ്പൊ ഈ ഹദീസ് ഇവിടെ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു യമനുക്ക് കടത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിട്ട് ദീൻ പ്രബോധനാക്കണം എന്ന് കൽപ്പിച്ചു കൊടുത്തേ. അതിൽ ഫസ്റ്റ് വൺ അതായത് ഷഹാദത്ത് കലിമയായിട്ട്, അതിൽ പിന്നെ ആയിട്ട് നിസ്കാരം, അതിൽ പിന്നെ സക്കാത്ത്. ഇങ്ങനെ അത് ചൊന്നതിന്റെ അർത്ഥം പടിപടിയായി ഇസ്ലാം നമുക്ക് ചൊന്നു കൊടുക്കണം. ഒരേ അടിക്ക് പോയിട്ടല്ല എന്താക്കേണ്ടത്, ഇതാക്കണേ. ഇപ്പൊ ഞങ്ങാണെങ്കിലും ഒരു മനുഷ്യരെ അവനക്ക് നല്ലത് വഴിപാടുകൾ എല്ലാം കൂടി ഒക്കമേ അല്ല, പടിപടിയായിട്ട് തെല്ലായിട്ട് കൊണ്ടുവരണം. മനുഷ്യന്മാരുടെ എങ്ങനെ പെരുമാറണം, ഏത് രീതിയിലാവണം പ്രബോധനം എന്നൊക്കെ ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു വഴിപാടി കൊടുത്തത്. അതിൽ ഇത് പ്രത്യേകിച്ച് മനുഷ്യന്മാരെ കൂട്ടത്തിൽ നിന്നുള്ള അങ്ങനെ സ്വത്തുകളിൽ നിന്നുള്ള മുന്തിയത് എടുക്കുക എന്നതിനെയും സൂക്ഷിച്ചോളണം. കാരണം അങ്ങനെ മനസ്സ് ബേജാറായിട്ട് എന്തെങ്കിലും ചൊന്നു പോയിട്ടെങ്കിൽ ആ ദുആത്തെയും അള്ളാഹുടെ ഇടയിൽ മറയില്ല എന്നുള്ളത്. അപ്പൊ അക്രമം എന്നുള്ളത് പിന്നൊരാളെ സ്വത്ത് പിടിച്ചെടുക്കണമ, പിന്നൊരാളെ സമ്പത്ത് ലൂട്ടിയാക്കണമ, അല്ലെങ്കിൽ പിന്നൊരാൾക്ക് എന്തെങ്കിലും ബേജാറാവണമെങ്കിൽ വിഷമം ഉണ്ടാക്കരുത് അങ്ങനെ ചെയ്തെടുക്കണമെങ്കിൽ അത് ഞങ്ങൾ സൂക്ഷിച്ചോളണം. കാരണം അങ്ങനെ ദുആത്തെയും അള്ളാഹുടെ ഇടയിൽ തടസ്സമില്ല എന്നുള്ളത്. ഇതിപ്പോ സക്കാത്തിലൂടെ മാത്രം ബാധകമല്ല. വേറൊരു ഹദീസിൽ കാണാം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആത്തിനെ സൂക്ഷിച്ചോളണം. അതായത് ഞങ്ങളിൽ നിന്ന് ഒരാൾക്ക് അന്യായമായിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹുടെ ദ്വാരം നിൽക്കണ്ടെങ്കിൽ ആ ദ്വാരത്തെയും അള്ളാഹിന്റെ ഇടയിൽ ഏതില്ല, ഒരു അഡയില്ല, ഒരു തടസ്സമില്ല, അത് പെട്ടെന്ന് സ്വീകരിക്കപ്പെടും കാരണമാവൂ എന്നുള്ളത്. അപ്പോൾ അതിലെ അവന്റെ ദ്വാരത്തെ അള്ളാഹു സ്വീകരിക്കുക എന്നുള്ളത്. അപ്പൊ ഏതിലാവട്ടെ, ഞങ്ങളെ ഒരു ഇടപാടിലാവട്ടെ, പൈസത്തെ ഇടപാടിലാവട്ടെ, ജാഗയുടെ ഇടപാടിലാവട്ടെ, സ്വത്തിന് ഇടപാടിലാവട്ടെ, പലക്കത്തിലാവട്ടെ, പെരുമാറ്റത്തിലാവട്ടെ, പിന്നൊരാളുടെ അന്യായം ഞങ്ങളുടെ ഭാഗത്തിൽ നിന്നുണ്ടാവുക തീരാം. അങ്ങനെ മനസ്സറിഞ്ഞ് അങ്ങൊന്നും മനസ്സിൽ ബേജാറായി ദ്വാരുന്നെങ്കിൽ അത് കുത്തറം കിട്ടൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു യമൻ കടത്തുമ്പോൾ ചൊന്നു കൊടുത്ത ഒന്നായിട്ട് ഇത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഞങ്ങൾക്ക് അടുത്ത ഹദീസ് ഇന്നത്തെ ക്ലാസ്സിൽ കാതുകൊടുക്കാം. കാതുകൊടുത്ത എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ, സന്തോഷം നൽകട്ടെ. അള്ളാഹു സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.